സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മുടെ ഫാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസങ്ങളാണ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയമെടുത്തിട്ടാണ് ഈ റീസ്റ്റാർട്ടിംഗ് ഒക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബെറ്റ ബ്രീഡിങ് ചെയ്തിട്ട് അതിനെ നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിടുന്നൊരു ടൈമാണ്. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ചെയ്തത് ഫുൾ റെഡും റോയൽ ബ്ലൂ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ മെയിൽസിനെ നമ്മളൊരു 5-6 ദിവസം ഈ ബേബീസിൻ്റെ കൂടെ ഇട്ടു. ഇനിയിപ്പോൾ അവരെ നമുക്ക് മാറ്റണം. കണ്ടില്ലേ, നല്ല അടിപൊളി, നല്ല ക്വാളിറ്റിയുള്ള, ഒരുപാട് കൗണ്ട് തന്ന ഒരു മെയിലാണ്. നല്ല ക്വാളിറ്റിയുടെ നല്ല പാറ്റേണുള്ള മെയിലാണ്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. അടുത്തതായിട്ട് വേറൊരു റെഡ് കൂടെ ഉണ്ട്. അതിനെ കൂടെ നമുക്ക് പതുക്കെ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ കൂടത്തിൽ നിന്ന് മാറ്റാം. കാരണം നമ്മൾ ഇവരെ മിക്സ് ചെയ്താണ് ഇനിയിപ്പോൾ നമ്മൾ വലിയ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോകുന്നത്. ആക്ച്വലി അവർ ഫ്രീസിയുമായി ആർട്ടിയും എടുക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം മെയിലിനെ അവരുടെ കൂടെ വിടേണ്ട ആവശ്യമില്ല. വിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ നല്ലത് അവരെ മാറ്റിയെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ തിന്നു പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പം നമുക്കതുകൊണ്ട് അവരെ മാറ്റിവിടാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ അവർ പോലും അറിയാതെ നമ്മൾ പതുക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടാങ്കിലേക്ക് അവരെ പതുക്കെ ഇറക്കി വിടുകയാണ്. ഇനി 2 എണ്ണം കൂടെ നമുക്ക് വിടാം. ഇതൊരു റോയൽ ബ്ലൂവിൻ്റെ ഒരു ബാച്ചാണ്. ഒത്തിരി കൗണ്ടൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ന്യായമായിട്ടുള്ള കൗണ്ട് അതിനകത്തുമുണ്ട്. അപ്പം നമുക്ക് അതുകൂടെ ഇറക്കി വിടാം. അപ്പോൾ ഈ ഇറക്കി വിടുമ്പോൾ നമ്മളിങ്ങനെ ടാങ്ക് ഈ ബ്രീഡിങ് ടാങ്ക് നമ്മൾ ഇറക്കി വിടുമ്പോൾ വളരെ പതുക്കെ സ്ലോ ആയിട്ട് ചെയ്യണം. അതിൽ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാതെ, വെള്ളമൊന്നും അധികം അനങ്ങാതെ, ഫിഷ് അറിയരുത് അതിനെ തുറന്നു വിടുന്ന. ഇതൊരു റെഡ് ബാച്ചാണ്, നല്ല കൗണ്ട് ഉള്ളൊരു ബാച്ചാണ്. അപ്പോൾ പതുക്കെ അവരതിനകത്തുനിന്ന് വെളിയിലോട്ട് വരും. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഒരു ഡഗ് വീടാണ് ബ്രീഡിങ്ങിന് വേണ്ടി മുട്ടയിടാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്, നെസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒരു സെറ്റപ്പ് അതുങ്ങൾക്ക് കിട്ടും. കുറച്ചുകൂടെ റിസൾട്ട് കൂടുതലുണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു നല്ല എമൗണ്ട് കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് കാണാം അതിങ്ങനെ മാറുന്നത്. ഞാനൊരു ചെറിയ ഹീറ്ററും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമുക്കിവിടെ ഇച്ചിരി ടെമ്പറേച്ചർ കുറവുള്ളൊരു സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം വെള്ളം കണ്ടീഷൻ ചെയ്തിട്ടിരിക്കുന്ന വെള്ളമാണ്. ബ്രീഡായപ്പത്തിന് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു എയറേഷൻ, ചെറിയൊരു സെക്കൻഡിലൊരു ബബിൾ, 2 ബബിൾ വരുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് എയറേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ടാങ്കിൽ സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ചുകൂടെ ഡഗ് വീടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾ വലുതാകുന്നതനുസരിച്ച് ഡേ ബൈ ഡേ നമുക്ക് കുറേശ്ശെ വെള്ളം നമ്മൾ ഓൾറെഡി പിടിച്ചിട്ടിരിക്കുന്ന ടാങ്കിൽ നിന്ന് പതുക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നിലവിൽ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിലാണ് നമ്മൾ സാധാരണ ബ്രീഡിങ്ങിന് വേണ്ടി എടുക്കുന്നത്. ഞാൻ ചെയ്യാറുള്ളത് ചെറിയ ബോക്സിൽ ബ്രീഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ എടുത്ത് വലിയ ടാങ്കിലേക്ക് ഇറക്കി വിടുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. കണ്ടില്ലേ, അടുത്ത ഒരു ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും കൂടെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം നമ്മുടെ ആ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.